രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനൊരുങ്ങുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 10-ന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ, ഭരണപരമായ ശേഷി, രേഖകളുടെ പരിശോധന തുടങ്ങിയവയൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും. യോഗത്തിൽ എല്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരോടും വിശദമായ അവതരണം നടത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള വോട്ടർമാരുടെ എണ്ണം, ഒടുവിൽ നടന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയവും തീയതിയും, വോട്ടർ പട്ടികയുടെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച വിവരങ്ങൾ, ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ലഭ്യതയും പരിശീലനവും, പോളിംഗ് സ്റ്റേഷനുകളുടെ നിലവിലെ ഘടന തുടങ്ങിയ വിവരങ്ങൾ അവതരണത്തിൽ ഉൾപ്പെടുത്തണം. വർഷാവസാനമാണോ അടുത്ത വർഷം ആദ്യമായാണോ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങേണ്ടതെന്ന കാര്യം സെപ്റ്റംബർ 10-ലെ യോഗത്തിൽ തീരുമാനിക്കും. ജ്ഞാനേഷ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഫെബ്രുവരിയിൽ ചുമതലയേറ്റ ശേഷം നടക്കുന്ന സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാരുടെ 3ാമത്തെ യോഗമാണിത്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതിനിടെയാണ് രാജ്യമാകെ വ്യാപിപ്പിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചനാ യോഗം. ബീഹാറിലുണ്ടായ വെല്ലുവിളികളും 10-ലെ യോഗത്തിൽ ചർച്ചയാകും. രേഖകളുടെ അഭാവം, ലഭിച്ച പരാതികളുടെ എണ്ണം, വീടുകളിലെത്തി നടത്തിയ വിവരശേഖരണത്തിനുണ്ടായ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള തകരാറുകൾ എന്നിവയായിരിക്കും പരിശോധിക്കുക. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കടുത്ത എതിർപ്പാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത്. ഇതിനിടെയാണ് രാജ്യവ്യാപക SIR-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.